ഹല്ലേലൂയ. കർത്താവ് എഴുന്നള്ളി വരികയാണ്. മനം ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ, കൃപാസനം അമ്മൻ സന്നിധാനത്തിൽ ഉടമ്പടി ചെയ്ത മക്കളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. കരങ്ങൾ വീശി യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ, അവിടുത്തെ തിരുനാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദവര മാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം. കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ മാതാവേ, ഇപ്പോൾ നമ്മുടെ സമർപ്പിത നിയോഗങ്ങൾ എല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ചൈതന്യം കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദവര മാതാവേ, അങ്ങേ സന്നിധിയിൽ എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങൾ നടത്തുന്ന ദിവ്യകാരുണ്യ ആരാധനയുടെ ഫലമായി ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഉടമ്പടിയുടെ നിയോഗങ്ങളെ അമ്മയുടെയും മധ്യസ്ഥത്തിൽ സാധിച്ചു തരുവാൻ ഇടയാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ.
അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, ഈ സന്നിധിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി നിയോഗങ്ങൾ പാലിച്ചു തരുവാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട ഹല്ലേലൂയ. ഇപ്പോൾ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര്, ഉടമ്പടിയിൽ വെച്ച് നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവര്, വിദൂരങ്ങളിലിരുന്ന് വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിലിരുന്ന് നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ കർത്താവേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളുടെ മേൽ, നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു. അലർജി രോഗങ്ങൾ, അലർജി മൂലം ഉണ്ടാകുന്ന രക്തസ്രാവങ്ങൾ, രക്തസ്രാവത്തിലുണ്ടാകുന്ന അണുബാധകൾ, മറ്റ് സ്രാവങ്ങളുണ്ടാകുന്ന അണുബാധകൾ എന്ന കർത്താവ് പൂർണ്ണമായ വ്യക്തികളെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മുട്ട് മടക്കിയിരുന്ന്, താഴെ കുത്തിയിരുന്ന് മുട്ട് മടക്കി തുണി കുത്തിപ്പിഴിയാൻ 30 വർഷങ്ങളായിട്ടുണ്ട്. അങ്ങനെ സാധിക്കണേയില്ല. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചുകൊണ്ട് ജനിതകമായ തകരാറ് കാരണം പുരുഷൻ്റെ ജനിതകമായ തകരാറ് കാരണം കുഞ്ഞുങ്ങളില്ല. ഇപ്പോഴ് ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് ശക്തമായി ദൈവത്തെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവർക്ക് കുഞ്ഞുങ്ങളെ കർത്താവ് നൽകി അനുഗ്രഹിക്കുന്ന. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും അസ്ഥികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. അസ്ഥികൾ പ്രത്യേകിച്ച് ഇടത് മുട്ടിൻ്റെ അസ്ഥികളാണ്. ഇടത് മുട്ടിൻ്റെ അസ്ഥികളും ജോയിൻസും ഇപ്പോഴും ബുദ്ധിമുട്ടുള്ളവർക്ക് കുനിഞ്ഞ് അവിടെ തൊട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് ആരാധനയിൽ അവർക്ക് അത്ഭുതകരമായ സൗഖ്യം നൽകുക. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരത്തെ സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. വെരിക്കോസിന് അസുഖമുള്ളവർക്ക് ഒരു കാല് പൊക്കി, അതായത് ഏത് കാലിനാണ് വെരിക്കോസ് ഉള്ളത് അതും നിന്നുകൊണ്ട് തന്നെ മടക്ക് ഉയർത്തി മടമ്പിൽ തൊട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. കാലിൻ്റെ മടമ്പിൽ തൊട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. വെരിക്കോസിന് അസുഖമുള്ളവർക്ക് നിന്നുകൊണ്ട് തന്നെ ഒരു കാല് നിന്ന് മറ്റു കാല് പതുക്കെ പൊക്കി മടമ്പിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ആരാധന അവർക്ക് സൗഖ്യം നൽകും. ശ്രുതിയുടെ ഹല്ലേലൂയ. സർവശക്ത
Praise the Lord. Hallelujah. കുറേ സൗഖ്യങ്ങളാണ് ഈ അസ്ഥി മേഖലയിൽ വരുന്നത്, പ്രത്യേകിച്ച് ജോയിൻസ് വരുന്നത്. നിങ്ങൾ വീണ്ടും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഈശോ 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 അങ്ങനെ തിരുമുറിവാടുന്ന വരത്ത് കരത്താൽ അസ്ഥികളെ, അസ്ഥിക്കുഴകളെ, അസ്ഥിസന്ധികളെ യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തിയിട്ട് മടക്കി കൈ എത്താവുന്ന സ്ഥലത്ത് ദൂരത്ത് വെക്കുക. എപ്പോഴും എല്ലാവരും അല്ല, അവിടെ രോഗമുള്ളവർ മാത്രം. മുതുകിൻ്റെ നടുക്ക് വേദനയുള്ളവരുണ്ടാകും. വിലക്കമോ ഉളുക്കോ പിടുത്തമോ നീരോ മരവിപ്പോ എന്തുണ്ടായാലും മുതുകിൻ്റെ നടുക്ക് അച്ഛനെ പോലെ കൈ എത്താവുന്ന ദൂരത്തിൽ കൈ വെച്ചുകൊണ്ട് സ്തുതിയുടെ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിയുടെ ഹല്ലേലൂയ. Lord Jesus, pour out your spirit. I command you, in the name of Jesus Christ, you be healed. Amen. Amen. Yeshua. Amen. Amen. Devaputra. Amen. Amen. Sarvashakta. Nityapita. Amen. ഒരുമിച്ച് എല്ലാവരും ആമേൻ. ആമേൻ. യേശുനാഥ. ആമേൻ. ആമേൻ. ദൈവപുത്ര. ആമേൻ. ആമേൻ. സർവശക്ത നിത്യപിതാവേ. കൈകള് ഇനി അടിവയറ്റിൽ വേദന ഉള്ളവരുണ്ടാകും, സിസ്റ്റുള്ളവരുണ്ടാകും, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരുണ്ടാകും, അണ്ടാശയത്തിൽ സിസ്റ്റുള്ളവരുണ്ടാകും, PCOD രോഗക്കാരുണ്ടാകും, മൂത്രാശയത്തിൽ കല്ലുള്ളവരുണ്ടാകും, ആമാശയത്തിന് പലതരത്തിലുള്ള രോഗങ്ങളാണ്. ആകാശം വികസിത രൂപമായിട്ട് എന്നെ ഇരിക്കും, ഒരിക്കലും ചുരുങ്ങിക്കിട്ടത്തില്ല. ആഹാരം വിശന്നാലും ആമാശയം ചുരുങ്ങാത്തവരുണ്ട്. അവിടെ എല്ലാം അടിവയറ്റ് കൈവച്ചുകൊണ്ട് ശുദ്ധിക്കൊണ്ടിരിക്കട്ടെ. കർത്താവ് ഇപ്പോൾ അത്ഭുതകരമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അവരെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit. I command you, in the name of Jesus Christ, to be healed. Amen. Amen. Yeshua. Amen. Amen. Devaputra. Amen. Amen. Sarvashakta. നിത്യപിതാവേ. എപ്പോഴും ശരീരം പൊള്ളണ പോലെ തോന്നും. ആ പൊള്ളലെല്ലാം തുടങ്ങണം മുഖത്തു നിന്നാണ് തുടങ്ങണത്. മുഖത്തുനിന്ന് ഇങ്ങനെ എന്തോ ഒരു ചുടുകാറ്റ് മുഖത്തേക്ക് അടിക്കണ പോലെ തോന്നും. പിന്നെ ജലദോഷത്തിൽ ഇങ്ങനെ നീര് വന്ന പോലെ തോന്നും. പിന്നെ നീരിറക്കം പോലെ തോന്നും. പിന്നെ പനി പോലെ തോന്നും. പിന്നെ തലക്ക് ഹിഡിനെസ്, വേദന, ഭാരം എല്ലാം തോന്നും. ആ വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ. ആമേൻ. 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 യേശുനാഥ. ആമേൻ. ആമേൻ. സർവശക്ത നിത്യപിതാവേ. ആമേൻ. ഒരുമിച്ച് പാട്. ആമേൻ. യേശുനാഥ. ആമേൻ. ആമേൻ. ദൈവപുത്ര. ആമേൻ. ആമേൻ. സർവശക്ത നിത്യപിതാവേ. ആവേ മരിയ. എൻ്റെ പേര് ഷീജ ബിജു. ഇതെൻ്റെ ഹസ്ബൻഡ് ബിജു മാനുവൽ. മക്കൾ ഇസ മരിയ, ഡിയോൺ ആൻഡ് ലിയോൺ. വീട് മലപ്പുറം ജില്ലയിലെ സെൻറ്റ് മേരീസ് ചർച്ച് പാതിരിപ്പാടം. ഞങ്ങളിപ്പോൾ UK മാഞ്ചസ്റ്ററിൽ നിന്നാണ് വരുന്നത്. ഫാമിലി ആയിട്ട് ഞങ്ങൾ അവിടെ സെറ്റിൽഡാണ്. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ജൂൺ 19 ഞാനൊരു നേഴ്സാണ് പ്രൊഫഷണലി. 2011 ഞാൻ നേഴ്സിംഗ് പാസ് ഔട്ടായത്.
അന്ന് മുതൽ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിൽ നിന്ന് തന്നെ പറയാം. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 വരെയാണ്. എനിക്കെങ്ങും പോകാൻ പറ്റുന്നില്ല. ഞാൻ 2 പ്രാവശ്യം IELTS എഴുതി, 4 പ്രാവശ്യം OET എഴുതി, എല്ലാ പ്രാവശ്യവും എഴുതി തോക്കുക, ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി. എന്നിട്ട് എൻ്റെ സിസ്റ്ററാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയല്ല, മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് കൃപാസനത്തിൽ. അപ്പം ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ചേച്ചിയുടെ കൂടെ വന്നത്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയിട്ട് OET ഞാൻ പ്രിപ്പയർ ചെയ്ത്. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് 3 കൊച്ചുമക്കളാണ്, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ എനിക്ക് പഠിക്കാൻ സമയം വളരെ കുറവാണ്. എങ്കിലും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടി. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത് ഞാൻ എക്സാം എഴുതി. എനിക്ക് ഏറ്റവും ആഗ്രഹം UK പോകുക എന്നുള്ളതായിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് എക്സാം എഴുതി. എക്സാമിന് പോയപ്പം ഇവിടെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാൻ ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടുപോരുന്നു. ഉടമ്പടി ഉപ്പ് കയ്യിൽ വെച്ച് കയറുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ദൈവഹിതം ഞാൻ അയർലൻഡിൽ പോകുകയായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അയർലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. ഞാൻ 3-4 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ്. എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകും. അവരെ കാണുമ്പോഴത്തേക്കും എനിക്ക് പേടിച്ചിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ 7 മാസം കഴിഞ്ഞു ഞാൻ OET പാസ്സായിട്ട്. എനിക്ക് അയർലൻഡ് സ്കോറായിരുന്നു കിട്ടിയത്. പക്ഷേ എൻ്റെ ആഗ്രഹം എനിക്ക് UK പോകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ദൈവത്തിൻ്റെ ഹിതം അയർലൻഡ് ആണെങ്കിൽ അത് നടക്കട്ടെ. അങ്ങനെ ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പ്രോസസ്സിങ് ഒന്നും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. പക്ഷേ എനിക്ക് എന്ത് ചെയ്താൽ ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പം എനിക്കൊന്നും കിട്ടത്തില്ല. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പോകും. പക്ഷേ എനിക്കൊന്നും അവർ ചോദിക്കുന്നതിനൊന്നും നല്ല രീതിയിൽ ആൻസർ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഒന്നുകൂടെ OET എഴുതി നോക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ 4-5 പ്രാവശ്യമൊക്കെ എഴുതി, ഒരു പ്രാവശ്യം എഴുതി തോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എഴുതുന്നവർക്കറിയാം. ഇത്രയും പ്രാവശ്യം എഴുതി തോറ്റ് ഞാൻ മടുത്ത് നിൽക്കുകയാണ്. ഹസ്ബൻഡ് പറഞ്ഞു, നിന്നെ ഞാൻ പഠിക്കാൻ നിർബന്ധിക്കുകയല്ല, നിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ഈ അയർലൻഡ് സ്കോർ തന്നെ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് കിട്ടിയതല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം കിട്ടിയതാണ്. നീ ഡേറ്റ് എടുത്തോ, എന്നിട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. നല്ല രീതിയിലൊന്നും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. എനിക്ക് ഏറ്റവും ടഫ് റീഡിംഗ് ആയിരുന്നു. എനിക്ക് കോൺസെൻട്രേഷൻ കുറവാണ്. നല്ല കോൺസെൻട്രേഷൻ വേണം റീഡിങ്ങിന് B കിട്ടണമെങ്കിൽ. ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും ഒരിക്കലും എനിക്ക് C+നുള്ള സ്കോർ പോലും കിട്ടത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ എക്സാം എഴുതി. എക്സാമിന് ചെന്ന് കഴിഞ്ഞ് എക്സാമിനിരുന്ന് റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര ഈസി. ഏറ്റവും ടഫ് ABC 3 പാർട്ടാണ്. അതിനകത്ത് C പാർട്ടാണ് ഏറ്റവും പാട്. C പാർട്ട് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഒരു കഥ വായിച്ചു കൊടുക്കുന്ന ലാഘവത്തോടെയാണ് ഓരോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും. എനിക്ക് എൻ്റെ കണ്ണുകൾ നേരെ ആൻസറിലേക്ക് വരും. അപ്പോൾ എനിക്ക് സംശയമായി, ദൈവമേ ഇതെന്താ. എന്നിട്ട് പെട്ടെന്ന് ഞാൻ എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു റീഡിങ് ഭയങ്കര ടഫായിരുന്നു എന്ന്. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ 370 മാർക്ക് റീഡിങ്ങിന്. എനിക്ക് ഇന്ന് വരെ 300ൻ്റെ മേളിൽ റീഡിങ്ങിന് മാർക്ക് കയറിയിട്ടില്ലായിരുന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ്. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഞാൻ UK, എൻ്റെ സ്വപ്നരാജ്യമായ UK ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 2023 നവംബർ മാസത്തിൽ UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഞാൻ ജോലിക്ക് കയറി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് OSCE എന്ന് പറഞ്ഞൊരു എക്സാമുണ്ട്. ആ OSCE എക്സാമും അത്യാവശ്യം നല്ല ടഫാണ്. 3 അറ്റംപ്റ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങൾ 60 പേരായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ. ആദ്യത്തെ അറ്റംപ്റ്റിൽ വളരെ കുറച്ച് പേരെ പാസ്സാവത്തുള്ളൂ. അത് പൊതുവേ അങ്ങനെയാണ്. ഞാനായിരുന്നു അവിടെ ഒന്നും അറിയാത്ത ആൾ. മോക്ക് ടെസ്റ്റിൽ എല്ലാത്തിലും ഞാൻ തോറ്റായിരുന്നു. ഒരെണ്ണത്തിൽ പോലും ഞാൻ പാസ്സായിട്ടില്ലായിരുന്നു. പക്ഷേ OSCEയുടെ റിസൾട്ട് വന്നപ്പം 10-15 പേര്, ഞാൻ കൃത്യമായിട്ട് നമ്പർ ഓർക്കുന്നില്ല, അതിനകത്ത് ഒരാളായിട്ട് മാതാവ് എന്നെ ഉയർത്തി.
അങ്ങനെ ഞാൻ ഓസ്കിയൊക്കെ അറ്റൻഡ് ചെയ്ത് പാസ്സായി രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലീനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഹസ്ബൻഡ് വെൽഡിംഗ് ആണ് പ്രൊഫഷൻ. പക്ഷേ ഹസ്ബൻഡിനും ഇതുപോലെ തന്നെ നല്ല ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമുക്കിങ്ങനെ മലയാളീസിൻ്റെയൊക്കെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് ഒരു പെർ അവർ ഇത്ര പൗണ്ടെന്നുണ്ട്, അതിൻ്റെയൊക്കെ ഹാഫ് കൊടുത്തിട്ട് നമുക്ക് ജോലി ചെയ്യാം. അങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ ശ്രമിച്ചു, ഒന്നും കിട്ടുന്നില്ല. എൻ്റെ ഒരാളുടെ സാലറി കൊണ്ട് ഞങ്ങൾ 5 പേര് ഫാമിലി ജീവിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ മാതാവിനോട് പിന്നെയും പ്രാർത്ഥിച്ചു, ദൈവമേ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടണേ എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാനിവിടെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. പിന്നെ മാതാവിൻ്റെ ഉടമ്പടി നൊവേന 9 ദിവസത്തെ കൂടി. 9ാമത്തെ ദിവസം ഒരു ചൊവ്വാഴ്ച നമ്മുടെ ഇന്ത്യൻ ടൈം 2:30 ചേട്ടായിക്ക് അവിടെ ഒരു കമ്പനിയിൽ, അതായത് ഒരു ഇംഗ്ലീഷ് UK തന്നെ ഒരു കമ്പനിയാണ്, നല്ലൊരു കമ്പനി, എല്ലാ ഇൻക്രിമെൻറ്റും ബോണസും എല്ലാ കാര്യങ്ങളും ഉള്ള നല്ലൊരു കമ്പനിയിൽ ചേട്ടായിനെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ചേട്ടായി ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആർക്ക് വെൽഡിംഗ് ആണ്. അവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെൽഡിംഗ് ആണ് മിഗ് വെൽഡിങ്. അതിൽ തന്നെ ആ കമ്പനിയിൽ നന്നായിട്ട് ചെയ്യുന്നവരെ മാത്രമേ എടുക്കുകയുള്ളൂ. അവിടെ ട്രെയിനിങ് ഒന്നുമില്ല, നന്നായിട്ട് അടിച്ച് പാസ്സാകുന്നവരെ അവർ പെർമനൻറ്റ് സ്റ്റാഫായിട്ട് എടുക്കും. അങ്ങനെയാണത്. അങ്ങനെ ഹസ്ബൻഡിന് 6 ടെസ്റ്റുകൾ പാസ്സാവണമായിരുന്നു. ഒന്നും മിഗ് വെൽഡിങ്ങിൻ്റെ മെഷീൻ പോലും ചേട്ടായി പിടിച്ചിട്ടില്ലായിരുന്നു. അവിടെ ചെന്ന് 6 വെൽഡിങ്ങും ചേട്ടായി പാസ്സായി. അത് കഴിഞ്ഞൊരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് ഇത്രയും നന്നായിട്ട് വെൽഡിങ് അടിച്ച ഒരാളായതുകൊണ്ട് നമുക്കിനി റിട്ടൺ ടെസ്റ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഡയറക്റ്റ് ചേട്ടായിനെ ആ കമ്പനിയിൽ, അതായത് ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ എന്നേക്കാൾ സാലറിയിൽ ഒന്നും ഒരു ലാംഗ്വേജും ഒന്നും അറിയാത്ത ചേട്ടായിക്ക് ജോലി കിട്ടി. അതൊന്നും നമ്മുടെ മെറിറ്റല്ല, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പരിശുദ്ധ കൃപാസനം മാതാവ്, ഞാൻ എപ്പോഴും കൃപാസനം മാതാവ് എന്നാണ് പറയുന്നത്. കാരണം എൻ്റെ വിശ്വാസം എല്ലാം, എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും വിശ്വാസം വർദ്ധിച്ചത് ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. കാരണം മറ്റുള്ളവരെ ഈശോയായിട്ട് കാണാനും മറ്റുള്ളവരോട് കരുണ തോന്നാനും ഒക്കെ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലൊക്കെ ഒത്തിരി വളർച്ച ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിനെല്ലാം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ പിള്ളേർ, പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം കൊച്ചുങ്ങളുടെ കാര്യം ഓർത്തിട്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ ഏത് നേരം OET IELTS എന്നൊക്കെ പറഞ്ഞ് പോകുന്ന കാരണം ഈ കൊച്ചുങ്ങളെ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, പിള്ളേരുടെ ബേസ് കൊടുത്തില്ലെങ്കിൽ അതുങ്ങൾക്ക് വളർന്നു വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല, അതെൻ്റെ ഏറ്റവും വലിയ സങ്കടമായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഈ ചെറിയ കൊച്ചിന് A മാത്രം, ഒരു വർഷം ഞാനിവിടെ LKG വിട്ട് A മാത്രം അവന് എഴുതാൻ അറിയത്തുള്ളായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് അവൻ റിസപ്ഷനിൽ 2 മാസം ചെന്നപ്പോൾ തന്നെ ആ ടീച്ചേഴ്സ് തന്നെ കൊണ്ടുപോയി എല്ലാ ആൽഫാബറ്റ്സും ഇപ്പം എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പം അവൻ ഇയർ 1 എല്ലാം വായിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പിള്ളേരെല്ലാവരും വായിക്കുകയും അവരുടെ പഠന കാര്യങ്ങളൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റായി. അതിനും ഒത്തിരി ഈശോയ്ക്കും മാതാവിനും നന്ദി പറയും. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഇവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി പേഷ്യൻസിനെ കാണി അവരുടെ നെറ്റിയിൽ തൈലം തേച്ച് കുരിശ് വരച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുകയും, അതുപോലെ തന്നെ കൃപാസനം പത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് കൊടുക്കാറ്. കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ കിട്ടുന്ന ആൾക്കാർക്കൂടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ UK ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ സാലറിയൊക്കെ ആയല്ലോ, ഞങ്ങൾക്ക് നന്നായിട്ട് കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാ മാസവും സാലറി കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു സംഖ്യ ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ ചാരിറ്റി ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർക്ക് അത്ര വിശ്വാസമൊക്കെ നമ്മുടെ അത്രയും അങ്ങനെ അവർക്കില്ല. അപ്പം ഞാൻ പേഷ്യൻസൊക്കെ ഇങ്ങനെ ഡിപ്രഷനായിട്ടും ക്യാൻസർ പേഷ്യൻസും അങ്ങനെയുള്ള പേഷ്യൻസിനോട് ഞാൻ ആദ്യം ചോദിക്കും, നമുക്ക് അങ്ങനെ നേരെ ഇവിടുത്തെ പോലെ പറയാൻ പറ്റത്തില്ല, നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിന്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ജീസസിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? മദർ മേരിനെ ഒന്നും ചിലപ്പോൾ അവർക്ക് അറിയത്ത് പോലും ഇല്ലായിരിക്കും. പക്ഷെ ഞാൻ മദർ മേരിയെക്കുറിച്ചും ജീസസിനെ കുറിച്ചും ഒക്കെ പറയും. എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുത്ത് എൻ്റെ കയ്യിൽ എപ്പോഴും കാശ് രൂപം കൊന്തയുണ്ടാകും, അത് വെച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് അവരുടെ പെർമിഷൻ എടുക്കും. അവർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നല്ല താല്പര്യമുള്ളവർക്ക് ഞാൻ ഇംഗ്ലീഷ് പത്രം കൊടുത്തിട്ടുണ്ട്, കൊന്ത കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ ഈശോയെക്കുറിച്ച് ഞാൻ എപ്പോഴും അവിടുത്തെ ഇംഗ്ലീഷുകാരോടൊക്കെ ഞാൻ പറയാറുണ്ട്. എനിക്ക് അവസരം ഞാൻ നോക്കി നിൽക്കും. ഞാൻ നൈറ്റ് ഓൺലിയാണ് ചെയ്യുന്നത്, ചൈൽഡ് കെയർ ഉള്ള കാരണം. അപ്പോൾ എനിക്ക് നല്ല പേഷ്യൻസിനോട് സംസാരിക്കാനൊക്കെ ഒത്തിരി സമയം കിട്ടാറുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അവരോട് ഈശോയെ മാതാവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് അവരോടും ഇങ്ങനെ യൂട്യൂബിൽ ബൈബിൾ വായിക്കണം, ഈശോയുടെ വചനങ്ങൾ കേൾക്കണം എന്നൊക്കെ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഈശോ വഴി പരിശുദ്ധ കൃപാസന മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.